1201 കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെയാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ്. ബുധനും സൂര്യനും ശുക്രനും ഒരുമിച്ചൊരു രാശിയിൽ നിൽക്കുന്നത് മൂലം വിദ്യ നേടിയിട്ടുള്ള എല്ലാവർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പന്നതയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ജോലി എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. ആ ഒരു ഭാഗ്യമാണിപ്പോൾ വന്നേക്കുന്നത്. 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം നിങ്ങളെ ദോഷമായി ബാധിക്കുന്നില്ല, ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശത്രുക്കളെ വിജയിക്കാൻ സാധിക്കുന്നു. ഏത് രീതിയിലുള്ള ശത്രുക്കളായിരുന്നാലും അവരെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നു. എന്തെങ്കിലും കേസുകൾ കോടതിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് പരാതികളുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് ജയം നേടാൻ സാധിക്കുന്നു. കടങ്ങളിൽ നിന്ന് ഏറെക്കുറെയെങ്കിലും മോചനം ലഭിക്കാൻ സാധിക്കുന്നു. രോഗങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ശാന്തി ലഭിക്കുന്നു. അതുപോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. ജീവിതത്തിലെ ആകമാനം ഒരു ഐശ്വര്യവും ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകുന്നു. എന്തിനും ഏതിനും ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങളും കഷ്ടതകളും ഉള്ളതൊക്കെ മാറിക്കിട്ടുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. അവർക്ക് ഒരു പടിയോ അതിന് മുകളിലോ ഒക്കെ അവർക്ക് കയറ്റം ലഭിക്കുന്നു. കൃഷിക്കാർക്കും കൃഷി വഴി ഉള്ള വിഭവങ്ങൾ വഴി അവർക്ക് ധാരാളം ലാഭം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ നിൽക്കുന്നതിനാൽ മോശഫലങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇപ്പോഴേ ശനിയുടെ ഒരു കാലമാണ്, കണ്ടകശനിയുടെ കാലമാണ്. അതിൻ്റേതായിട്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. കാര്യങ്ങൾ നടക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ആ യാത്രകൾ ചെയ്യാവൂ. അതുപോലെ ബന്ധുക്കൾക്ക് ആരുടെയെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാകാം. അവരുടെ വളരെയധികം ഒരു നേട്ടങ്ങൾ നിങ്ങൾക്ക് ഒരു ബന്ധുവിനെ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാം. അത് അവരെ കൂടുതൽ നിങ്ങൾ സംരക്ഷിക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വരും. അതുപോലെ ബന്ധുക്കളുടെ കാര്യത്തിൽ നിങ്ങളെ ആശ്രയിക്കാൻ പറഞ്ഞ ബന്ധുക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ, സാമ്പത്തിക ഗുണങ്ങളോ അല്ലാത്ത ഗുണങ്ങളോ ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു വിദേശ യാത്ര നിങ്ങൾക്ക് വേണ്ടി വരുമെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ പാഴ്ചെലവുകൾ, എവിടെയാണോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചിലവുകളുള്ളത്, പാഴ്ചെലവുകളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ അതുപോലെ പല തെറ്റുകളും ചെയ്യാനായിട്ടൊരു വാസന ഉണ്ടാവും, അതെല്ലാം നിയന്ത്രിക്കുക. അതുപോലെ മനസ്സിന് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു അശാന്തി ഉണ്ടാവും, ശാന്തി ലഭിക്കില്ല. ശനിയാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുന്നത് നല്ലതായിരിക്കും. ശനി രാഹു കേതു എന്നീ ഗ്രഹദേവന്മാർക്ക്, ശനീശ്വരനും രാഹുദേവനും കേതുദേവനൊക്കെ പൂജ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ സമയത്ത്. ഇനി ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ ഓരോന്നും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവചിക്കുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല സമയമാകുന്നു. കുടുംബത്തിലെ ധനം, വസ്തുക്കൾ, വീട് എന്നിവ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പാർട്ടീഷൻ ലഭിച്ചിട്ട് ഈ കൊച്ചിൻ്റെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, ഉണ്ടാകാം. അതുപോലെ ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള ചെറിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങളുണ്ടാകാം, അതിന് ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂട്ടുകൂട്ടുന്നതൊക്കെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസം, ഇതൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ധനനാശം കാണുന്നു. ബുദ്ധിയും യുക്തിയും കൂടി ചേർത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ പല ആപത്തുകളും വന്നു ചേരും. ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം ഒരിക്കലും തടസ്സപ്പെടാതെ നല്ല വിദ്യാഭ്യാസം, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച പ്രയാസങ്ങളും ദുഃഖങ്ങളും അപമാനങ്ങൾക്കെല്ലാം പരിഹാരമായി നിങ്ങൾക്ക് നല്ല
ഒരു സാമ്പത്തികപരമായിട്ട് അല്ലാതെയും ഒരു ഐശ്വര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ബുദ്ധിക്ക് സ്ഥിരത ലഭിക്കുന്നു. അതായത് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള വരായികൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. അതുപോലെ സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. നന്മയും തിന്മയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈ സമയത്ത് 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ നിങ്ങൾ ജീവിക്കുക. കാരണം ചെറിയൊരു അപമാനം ഈ സമയം വരാൻ സാധ്യതയുണ്ട്. അത് ശത്രുക്കൾ, ശത്രുക്കളോ മൂലം നിങ്ങൾക്കൊരു അപമാനം വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിലൊന്നും പങ്കാളിയാകാണ്ടിരിക്കുക. മദ്യത്തിലായിരുന്നാലും അതുപോലെ മറ്റുള്ള കേസുകളിലൊന്നും നിങ്ങൾ പെടാണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾക്ക് പിരിഞ്ഞു പോകുന്നതിനോ, അതായത് ജോലി സംബന്ധിച്ച് അകന്ന് താമസിക്കുന്നതിനോ, വേറെ രാജ്യങ്ങളിൽ ആയിട്ടൊക്കെ താമസിക്കുന്നതിനോ, അല്ലെങ്കിൽ പിരിഞ്ഞ്, അതായത് പിണക്കം മൂലം പിരിഞ്ഞ് മാറി താമസിക്കുന്നതിനോ ഒരു സാധ്യത കാണുന്നു. അന്യദേശവാസവും കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടാവും എങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം തക്കതായ ചികിത്സ ലഭിക്കുന്നത് മൂലം അവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. അതുപോലെ ചില ഡൈജഷൻ, അതായത് ദഹന സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാവാം. എന്നാലും അത് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അടുത്ത അത്ത നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള ചില അത്ര നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങൾ ശല്യപ്പെടുത്തിയേക്കാം. ശ്വാസമുട്ടൽ, അലർജി, കഫത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ രക്തത്തിൽ ചെറിയ അണുബാധകളൊക്കെ ഉണ്ടായിട്ട് ചെറിയ രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ, ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങുന്നതിനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ജോലി സംബന്ധമായിട്ട് അകന്ന് താമസിക്കുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ദൈവികമായ പല നേട്ടങ്ങളും, അതായത് അവർക്ക് ലഭിക്കുന്നു. പുണ്യപരമായിട്ടുള്ള പലതും അവർക്ക് ലഭിക്കുന്നു. പക്ഷേ ഈ പുണ്യകർമ്മങ്ങൾക്കൊന്നും മുടക്കം വരരുത്. നമ്മൾ പൂജയ്ക്കായിരുന്നാലും മറ്റുള്ള ദാനാദി കർമ്മങ്ങൾക്കൊന്നും വീട്ടുകാർ ഈ സമയം മുടക്കം വരുത്തരുത്. കാരണം ഇതിൽ ചില ഒരു കാര്യങ്ങൾ പറയുന്നുള്ളത് ചില ആപത്തുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അതെല്ലാം ദാനാദി കർമ്മങ്ങളിൽ ഒഴിവാക്കി കിട്ടും. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതികളും കോടതി കേസുകളൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വളരെ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം നല്ല രീതിയിലൊരു കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു ഭാവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുക. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലും ഒന്നും ചെന്ന് ചാടരുത്. ഒരു ജാഗ്രതയായിരിക്കേണ്ട ഒരു സമയമാണ് ഈ 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും മാനസിക പ്രയാസങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിച്ചത് മൂലം പ്രതീക്ഷിച്ച നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു. പ്രതീക്ഷയിൽ കൂടുതലുള്ള ജോലി, ഒരുപടിയെങ്കിലും കൂടുതലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനോ അത് പുതിയ രീതിയിൽ വീട് വാങ്ങുന്നതിനോ എല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങാനൊക്കെ സാധിക്കുന്നു. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതുമൂലം ഒരു രാഷ്ട്രീയ ഭാവി നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. പോലീസ് പരാതിയും കോടതി കേസുകളൊക്കെ വന്നേക്കാം. അത് ഈ സമയം ആരും സഹായത്തിനില്ലല്ലോ എന്നൊരു അവസ്ഥ വരാം. ഈ അവസ്ഥയിലാണ് നമ്മൾ ശത്രുക്കളെയും മിത്രങ്ങളെയും നല്ലവരെയും നമ്മളെ കൂടി നിൽക്കുന്നവരെയൊക്കെ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. മിത്രങ്ങളും ഉറ്റ ബന്ധുക്കളൊക്കെ നമുക്ക് ചിലപ്പോൾ ശത്രുക്കളായെന്ന് വരാം. ചെറിയ രീതിയിൽ വാതരോഗം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു സമയമാണ്. ധനലാഭം വരാം, വാഹനങ്ങളൊക്കെ വാങ്ങാം, പുതിയ വീട് വയ്ക്കാം, ഒരു മനസമാധാനമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. കാരണം ശത്രുക്കളെ മിത്രങ്ങളെ തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ട് അതൊരു തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും ഒരു സുഖചികിത്സ ഈ സമയം നടത്തുന്നതിന് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരു നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു സമയമാണ്. അടുത്ത് ചിത്ര നക്ഷത്രക്കാരുടെയാണ് പറയാൻ പോകുന്നത്. 18 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കളിൽ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ വളരെ ദൂരത്തേക്ക് താമസം മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് കോമ സ്റ്റേജിലാകുകയോ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ തരത്തിലും ഒരു ഭയം അലട്ടിയേക്കാം. എന്നിരുന്നാൽ അത് നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് താമസം മാറുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്.
18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഇതിന് ലഭിച്ച ആൾക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ജോലി തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ട ഒരു സമയമാണ്, ഭാഗ്യമുള്ളൊരു സമയമാണ്. സാമ്പത്തികമായി ഒരു നല്ലൊരു നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ വളരെ അന്തസ്സായിട്ടുള്ള ഒരു നല്ല ജീവിത രീതി അവർക്കുണ്ടാകും. നല്ല മിത്രങ്ങളെ അവർക്ക് തിരഞ്ഞെടുക്കാനും ഈ സമയം സാധിക്കും. വിവാഹവും സന്താന ഭാഗ്യവും ഒക്കെ ഉണ്ടാകും. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചെറുതായിട്ട് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. നിങ്ങളുടെ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ മിത്രങ്ങളെന്ന വ്യാജേന ശത്രുക്കളായിട്ട് നിൽക്കുന്നവരോ അസൂയാലുക്കളോ നിങ്ങളുടെ പേരിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ ഒരു അപമാനം നിങ്ങൾക്ക് വരാം. അതുമൂലം ഒരു പോലീസ് കേസോ കോടതി നടപടിയോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്നാലും നിങ്ങൾക്ക് അതൊക്കെ വിജയം ലഭിക്കും. അതുപോലെ മിത്രാദികൾ തെറ്റിദ്ധാരണ മൂലം നിങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കാം. ഈ സമയം നിങ്ങൾക്ക് ഈ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവിച്ച ആ ഒരു ദുഃഖങ്ങൾക്കെല്ലാം ശാന്തി ലഭിക്കുന്നു, ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളെല്ലാം മാറിക്കിട്ടുന്നു, മനഃശാന്തി ലഭിക്കുന്നു. ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഒഴിച്ചാൽ വേറെ രീതിയിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ലൊരു സമയമാണിത്. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പേരക്കുട്ടികൾക്കോ പുത്രനൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒന്നും ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. പിന്നെ ഉള്ളത് സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ, പണമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ നല്ല ഒരു ബാങ്കോ അങ്ങനെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പൈസ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഈ പൈസ പിൻവലിക്കാൻ പറ്റാത്ത ചില തടസ്സങ്ങൾ വരാം. അതുകൊണ്ട് നല്ല ഒരു ബാങ്കുകളിലൊക്കെ നിക്ഷേപിക്കുക. കൃത്യമായ ഞാൻ ഇവിടെ പ്രവചിച്ചതെല്ലാം ഒരു സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.